ഹായ്! ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണ് നമ്മുടെ പേഴ്സണൽ ഗോൾസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നും, അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്നും നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. ഇന്നത്തെ വേഗതയേറിയതും മത്സരാധിഷ്ഠിതവുമായ ലോകത്ത് പല വ്യക്തികളും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, മറ്റുള്ളവർ തെരഞ്ഞെടുത്ത പാതയിലൂടെ സഞ്ചരിക്കുന്നു. മാതാപിതാക്കൾ, സമൂഹം, കൂട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളുമായി ബന്ധപ്പെട്ട മറ്റുള്ള വ്യക്തികൾ എന്നിവർ തീരുമാനിക്കുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. നമ്മുടേതായ ലക്ഷ്യങ്ങളും നമ്മുടേതായ മാർഗങ്ങളും നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നു. നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്ന സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, ദൗത്യങ്ങൾ എന്നിവ വ്യക്തിപരമായ ലക്ഷ്യങ്ങളോ വെറും കരിയർ അഭിലാഷങ്ങളോ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യങ്ങൾ, അഭിനിവേശങ്ങൾ, ലോകത്തിൽ നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സ്വാധീനം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു പാതയായിരിക്കും അത്. നമ്മുടെ വ്യക്തിപരമായ ജീവിത ലക്ഷ്യങ്ങൾ കണ്ടെത്തേണ്ടത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് എന്ന് നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. ലക്ഷ്യങ്ങൾ എപ്പോഴും നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്നു. കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനും വെല്ലുവിളികളെ അതിജീവിക്കുവാനും അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. രണ്ടാമതായി വരുന്നത് ടൈം ആൻഡ് എനർജി മാനേജ്മെൻ്റ് ആണ്. വ്യക്തിപരമായ ലക്ഷ്യങ്ങളില്ലാത്ത ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ വർഷങ്ങൾ പാഴാക്കുന്നു. ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്ത കാര്യങ്ങളും നമ്മുടെ സമയവും പലപ്പോഴും വ്യർത്ഥമായി പോവാറുണ്ട്. ലക്ഷ്യമില്ലാത്ത വിജയം ശൂന്യമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ ഓരോ ചെറിയ വിജയവും സന്തോഷവും സംതൃപ്തിയും നമുക്ക് നൽകാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ലക്ഷ്യങ്ങൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിന് ഏതാനും ടിപ്സുകൾ നമുക്കിവിടെ പരിശോധിക്കാം. ഒന്നാമതായി വേണ്ടത് നമ്മുടെ ആത്മപരിശോധനയാണ്. നമ്മളെ ആവേശഭരിതമാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായും എന്തിലാണ് മിടുക്കൻ? എനിക്ക് ഏതു തരം ജീവിതശൈലിയാണ് ഏറ്റവും അഭികാമ്യം? ഇങ്ങനെയുള്ള സ്വയം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഒരു ഏകദേശ ഉത്തരം കണ്ടെത്താൻ കഴിയും. മറ്റൊന്ന്, നമ്മൾ സ്ഥിരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ സ്ഥിരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ഈ ലോകത്ത് പുതിയതായ ഹോബികൾ ഏതൊക്കെ, പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള അറിവുകൾ എന്തൊക്കെ, പുതിയതായിട്ട് വരുന്ന സേവനങ്ങൾ എന്തൊക്കെ എന്നിവയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും ശ്രമിക്കുക. മൂന്നാമതായി, നമ്മുടെ കരിയറിനെ പറ്റി വ്യക്തമായിട്ട് വിലയിരുത്തലുകൾ നടത്തുക. നമ്മുടെ പലപ്പോഴും കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പോലെയുള്ള ഓരോവിധ ടെസ്റ്റുകളും നടത്തി നമ്മുടെ കരിയറിൻ്റെ കൃത്യത വളരെ ഉറപ്പുവരുത്തുക. ഏത് ദിശയിലേക്കാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്മാർട്ട് ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലല്ല, സ്മാർട്ട് വർക്ക് ചെയ്യുന്നതിലാണ് ജീവിത വിജയമെന്ന് മനസ്സിലാക്കുക. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കരിയർ ഗൈഡൻസ് പോലുള്ള ഓപ്ഷനുകൾ ഉപയോഗിക്കാം. നല്ലൊരു കരിയർ മെൻറ്ററുടെ കീഴിൽ നമുക്ക് പരിശീലനം ആരംഭിക്കാം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടാവാൻ ശ്രമിക്കുക. ആ മെൻറ്ററുടെ അല്ലെങ്കിൽ ആ റോൾ മോഡലിൻ്റെ ജീവിതശൈലി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം നൽകാൻ നമുക്കൊരു പ്രേരക ശക്തിയായി നിലകൊള്ളും. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട നമ്മുടെ മുൻ രാഷ്ട്രപതിയും APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു യുദ്ധവിമാനം എൻ്റെ തലയ്ക്ക് മുകളിലൂടെ പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് എന്തോ ഒരു തീപ്പൊരി എൻ്റെ ബുദ്ധിയെ ബാധിച്ചു. എനിക്കും ഒരു വിമാനം പറത്തണം എന്നുള്ള ആഗ്രഹം എന്നിൽ മുളപൊട്ടി. അതിൽ നിന്നാണ് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനമായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ തുടക്കം. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഒറ്റത്തവണ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് സ്വയം അവബോധത്തിൻ്റെയും ധൈര്യപൂർവമായിട്ടുള്ള വ്യക്തത തേടിയുള്ള ഒരു യാത്രയുടെ പരിണത ഫലമാണ്. മറ്റുള്ളവർക്ക് ശരിയെന്ന് തോന്നുന്ന ജീവിതം പലപ്പോഴും നമുക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ജീവിതം നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ആൾക്കൂട്ടത്തെ അല്ല പിന്തുടരേണ്ടത്, നമ്മുടേതായ പാത വെട്ടിത്തെളിക്കുകയാണ് വേണ്ടത്. ഭാവി പ്രവചിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അവ സൃഷ്ടിക്കുക എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നമുണ്ട്. പക്ഷേ സത്യം നേരെ മറിച്ചാണ്. പലരും ആ സ്വപ്നം എവിടെയെന്ന് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ആ സ്വപ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. എനിക്ക് എന്താണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് പലർക്കും ഉത്തരമുണ്ടാവില്ല. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ സമയം, നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം വിലപ്പെട്ടതാണ്.
അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പാതയിലൂടെ അല്ല നമ്മൾ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന സമയവും വിദ്യാഭ്യാസവും ഒക്കെ വ്യർത്ഥമാകും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഓരോ വിദ്യാഭ്യാസവും വിലപ്പെട്ടതാണ്. ആ വിദ്യാഭ്യാസത്തിന് നമ്മൾ ചെലവഴിക്കുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ടും ഒരു ഗോൾ കണ്ടുപിടിച്ച്, ഒരു ലക്ഷ്യം കണ്ടുപിടിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ സമയവും വിദ്യാഭ്യാസവും ക്രമീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വളരെ നിർണായകമാകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളുടെ കഴിവുകളുമായി പൊരുത്തപ്പെടുന്നതുമായ ജോലി സാധ്യതകൾ തിരിച്ചറിയാൻ സ്വയം ശ്രമിക്കുക. ഇനി വരാനിരിക്കുന്ന ലോകത്ത് അനുയോജ്യമായ കോഴ്സുകളും സാധ്യതകളും എന്തൊക്കെയെന്ന് സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക. ഇന്നത്തെ ലോകം വേഗതയേറിയതും മത്സരാധിഷ്ഠിതവുമായ ഒരു ലോകമാണ്. പല വ്യക്തികളും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെടുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ ധാരാളം കാണുവാൻ സാധിക്കും. അതിനാൽ ഓരോ വ്യക്തിയും കൃത്യമായിട്ടുള്ള പേഴ്സണൽ ഗോളുകൾ, അതായത് നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ക്രമീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എപ്പോഴും ജീവിത വിജയത്തിന് അനിവാര്യമായിട്ടുള്ള ചുവടുവയ്പ്പുകളിൽ പ്രധാനപ്പെട്ടത്. നമ്മുടെ പേഴ്സണൽ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്കിവിടെ പരിശോധിക്കാം. ഒന്നാമതായി, കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. ഓരോ ലക്ഷ്യങ്ങൾക്കും ക്ലാരിറ്റി വളരെ അനിവാര്യമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളെയും മറ്റുള്ളവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് പാലിക്കുവാൻ പരമാവധി ശ്രമിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ടുള്ള മെഷറബിൾ ആയിരിക്കണം. അതായത് 1 വർഷത്തെ പ്ലാൻ, 2 വർഷത്തെ പ്ലാൻ, 5 വർഷത്തെ പ്ലാൻ എന്ന രീതിയിൽ കൃത്യമായിട്ട് മെഷറബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. ഇതിനെല്ലാം ഉപരി ആത്മവിശ്വാസം എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്. ഉയർന്ന ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ വ്യക്തമായിട്ടുള്ള ഗോളിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ലക്ഷ്യങ്ങളെ, അതായത് ഗോളിനെ നമുക്കിവിടെ വിശകലനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗോളിൻ്റെ ആദ്യ അക്ഷരമായ ജിയെ സൂചിപ്പിക്കുന്നത് ഗെറ്റ് ക്ലിയർ ഓൺ യുവർ വൈ, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലക്ഷ്യം വേണ്ടത് എന്നതിനെപ്പറ്റി പൂർണ്ണ ബോധ്യം ഉണ്ടാവുക എന്നുള്ളത്. അത് നിങ്ങളുടെ സ്വപ്ന ജീവിതവുമായി വളരെ പൊരുത്തപ്പെട്ടതായിരിക്കണം. രണ്ടാമതായി വരുന്ന ഓർഗനൈസ് യുവർ പ്രയോറിറ്റീസ്, അതായത് ലക്ഷ്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം 20-30 ലക്ഷ്യങ്ങളല്ല, 2-3 ലക്ഷ്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ച് അതിനായി പ്രവർത്തിക്കുക. മൂന്നാമതായി അതായത് അലൈൻ വിത്ത് യുവർ സ്ട്രെങ്ത്, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ മൂല്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക എന്നുള്ളത്. നാലാമതായി വരുന്ന ലിസ്റ്റ് ഇറ്റ് ആസ് സ്മാർട്ട്, സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലിവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ഈ രീതിയിലാണ് ഗോളിനെ നമുക്കിവിടെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓരോ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ അതിനെ ഒരു വലിയ ഗോളിലേക്കുള്ള ചുവടുവയ്പ്പായി മാറ്റുക. 1 ദിവസത്തെ ലക്ഷ്യങ്ങൾ, 2 ദിവസത്തെ ലക്ഷ്യങ്ങൾ, 5 ദിവസത്തെ ലക്ഷ്യങ്ങൾ, ഈ രീതിയിൽ ഫാക്ടറൈസ് ചെയ്ത് ഓരോ ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരുവാനുള്ള പാത സുഗമമാക്കുക. ഒരു 90 ദിവസത്തെ പ്ലാൻ കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കഴിവ് മെച്ചപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഭാഷ സംസാരിക്കാനുള്ള കഴിവ്, പ്രത്യേകിച്ച് അന്യഭാഷകൾ ഏതെങ്കിലും സംസാരിക്കാനുള്ള കഴിവ് 90 ദിവസത്തിനകം ഇത്ര ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുക. സ്റ്റാർട്ട് സ്മാർട്ട് ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻറ്റ്, അതായത് ചെറിയ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ദിവസം 1% പുരോഗതി കൈവരിച്ചാൽ 1 വർഷം കൊണ്ട് 37% പുരോഗതി ഉണ്ടാകുമെന്നാണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ പറയുന്നത്. ടോണി റോബിൻസൺ പറഞ്ഞു, സെറ്റിംഗ് ഗോൾസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടേണിംഗ് ദ ഇൻവിസിബിൾ ഇൻ ടു വിസിബിൾ. ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളിലൂടെ ജീവിത വിജയം കൈവരിച്ച അനേകം മഹാരഥന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഈ മഹാരഥന്മാരുടെ ജീവിതം നമുക്ക് എപ്പോഴും ഒരു പാഠമായി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വിജയത്തിലേക്കുള്ള പാത സുഗമമാവും. അവരുടെ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള പാത കൂടുതൽ സുഗമവും പ്രയാസരഹിതവുമാകും. എപ്പോഴും ഇതുപോലുള്ള മഹാരഥന്മാരുടെ ജീവചരിത്രം നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ടുള്ള പാതയിൽ പ്രചോദനമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റിയ ഏതാനും കീ ക്വസ്റ്റ്യൻസ് കൂടി നമുക്കിവിടെ ഒന്ന് പരിശോധിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് പേപ്പറിൽ എഴുതുക. എൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഏതൊക്കെയാണെന്ന് കൃത്യമായി മെഷർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ജോബ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധ്യതകളുള്ള കരിയർ ഓപ്ഷനുകൾ ഏതൊക്കെയെന്ന് എഴുതുക. ഇതിൽ ഏതാണ് എൻ്റെ പാഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ 5 വർഷത്തിന് ശേഷം എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും റെക്കോർഡിക്കലായി രേഖപ്പെടുത്തുകയാണെങ്കിൽ എപ്പോഴും അത് നമ്മുടെ മനസ്സിൽ വർദ്ധിത ഊർജത്തോടു കൂടി മോട്ടിവേഷനായി നിലനിൽക്കും. താങ്ക് യു.